വോട്ട് രേഖപ്പെടുത്തി എന്താണ്? പ്രാദേശിക ഗവൺമെന്റിന്റെ 3 തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ വോട്ടർമാരെ അല്ലെങ്കിൽ പ്രാദേശികത്തിന് തൊട്ട് നേരിട്ട് പ്രവർത്തിക്കുന്ന ഘടകമായതിനാൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ശക്തമായ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നല്ല പോരാട്ടം തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. അത് വോട്ടർമാരും അതിൻ്റെ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം ഇന്ന് തുടങ്ങി. നല്ല ശാന്തമായ അന്തരീക്ഷത്തിലാണ് വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ അവകാശം എനിക്കുമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കുറേ വോട്ടർമാരൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോഴാണ് അതിൻ്റെ വേദന വരുന്നത്. എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് ഇന്ത്യയിലെ വിവിധ വോട്ടർമാരൊക്കെ ഇല്ലാതാവുന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഒരു വോട്ടിൻ്റെ വിലയും ആ ഒരു പൗരൻ്റെ അവകാശത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ വോട്ട് ഇല്ലാതാവുന്നവരുടെ ഖേദം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രൂപത്തിലാണ് നമ്മൾ ഈ വോട്ടവകാശത്തെ കാണേണ്ടത്. നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ രൂപത്തിൽ പോകണം. പിന്നെ ഇവിടെ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികൾ ലഭ്യമാണ്. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും. അത് പെരുമ്പടപ്പ് പഞ്ചായത്ത് ഓഫീസിനകത്തുള്ളത് പ്രവർത്തിക്കുന്ന 2 ഓഫീസാണ്. മറ്റേ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല നിലക്കാണ് പോകുന്നത്. വേറെ വിഷയങ്ങളൊക്കെ വളരെ നല്ല നിലക്ക് തന്നെ നീങ്ങുന്നത്. അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ അഭിപ്രായത്തിൽ എന്താണ്? കാര്യങ്ങളൊക്കെ ശാന്തമായി പോകുന്നു. പിന്നെ ഇവിടെ നമ്മളെ 2 സ്ഥലത്തോ മറ്റോ വോട്ടിംഗ് മെഷീൻ്റെ സംഗതി ഇപ്പോൾ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സാങ്കേതിക തകരാറില്ലാതെ പോകുന്നു എന്ന് പൊതുവെ കാണുന്നത് കാലത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇതാവുന്നു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരെയാണ്. എന്തായാലും ജനാധിപത്യം വിജയിക്കട്ടെ. ഈ പ്രാദേശികമായിട്ട് എത്തരത്തിലുള്ള ഭരണകൂടം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അതെന്താ നമ്മൾ ഇപ്പോൾ കാണുന്നത് ചിലപ്പോൾ പ്രാദേശിക വികസന ബേസ് ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത്. വികസനത്തിന്റെ അടയാളങ്ങൾ കൃത്യമായി നമ്മളെ മുന്നിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംവിധാനം നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാദേശിക വികസനത്തിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വികസനം നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് അറിയുന്ന ആൾക്കാർ വരണം. വികസനം സാധ്യതകൾ പ്ലാൻ ചെയ്ത ആൾക്കാർ വരണം. വികസനം സർക്കാരുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുന്നവർ വരണം. അതുകൊണ്ട് തന്നെ വികസനത്തിനെ അടിസ്ഥാനപ്പെടുത്തി പോകുന്നു. നമ്മൾ നാട് പഴയ നാടല്ല. നമ്മൾ എത്രയോ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല നിലക്ക് നമ്മൾ നാട് വികസിക്കാൻ കാരണം പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ്. അപ്പോൾ ആരാണോ വികസനത്തിൻ്റെ മുന്നേറ്റം, വികസനത്തിൻ്റെ തെളിവുകൾ നിരത്തിയിട്ടുള്ളത് അവർ വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.